ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനലിൽ പുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് പാക്കിംഗ് ജോബ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്ന ഐഡിയാസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിതാ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഓർഡറിൽ കൊടുക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. കടക്കാർ ചില ആളുകൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യും, ചിലത് നമ്മൾ അതാത് ദിവസം കൊണ്ടുപോയിട്ട് അവർക്ക് ആവശ്യമുള്ളത് അവർ തന്നെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പം ഒരു ദിവസം നമ്മുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 25 ബോർഡെങ്കിലും സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1000-1500 രൂപ ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നതിൻ്റെ കൂടെ വെറും കടലകൾ മാത്രമല്ല നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മുടെ ഐഡിയ അനുസരിച്ച് ഈ ബോർഡ് ഐറ്റംസിൽ പല ഐറ്റംസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം കടലകളിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. അപ്പം അത് നമുക്ക് ഒരു സെഗ്മെൻ്റായിട്ട് ഉപയോഗിക്കാം. പിന്നെ സ്നാക്സ് ഐറ്റംസ് നമുക്ക് ഇതുപോലെ കുഞ്ഞു പാക്കറ്റുകളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസുകളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമ്മൾ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ മിഠായി ഐറ്റംസിൽ തന്നെ നമുക്ക് പണ്ടുള്ള ഒരുപാട് മിഠായി വെറൈറ്റികളുണ്ട്. നാരങ്ങ മിഠായി വരുന്നുണ്ട്. നാരങ്ങ മിഠായി തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതായത് വലുത് വരുന്നുണ്ട്, ചെറുത് വരുന്നുണ്ട്. അപ്പോൾ അത് 2 ഐറ്റം വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ജീരകമിഠായിയാണ്. ജീരകമിഠായിൽ തന്നെ നൈസും വരുന്നുണ്ട്, അതുപോലെ തന്നെ വലുതും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 ഐറ്റം വരുന്നുണ്ട്. അപ്പം തന്നെ 4 ഐറ്റമായി മിഠായി ഐറ്റംസിൽ. പിന്നെ വരുന്നത് ജംസ് മിഠായിയാണ്. അത് നമുക്ക് പാക്ക് ചെയ്യാം. പിന്നെ ഗ്യാസ് മിഠായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മിഠായിയും നമുക്ക് വേണമെങ്കിൽ പാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മിഠായി കൂടാതെ ഞാൻ പാക്ക് ചെയ്യുന്നത് ബിസ്ക്കറ്റ് ഐറ്റംസ് ആണ്. 2 ടൈപ്പ് ബിസ്ക്കറ്റ്, അതായത് ABC ബിസ്ക്കറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നട്ട് ബിസ്ക്കറ്റ്, അണ്ടി ബിസ്ക്കറ്റ് എന്ന് പറയും. ആ ഒരു ബിസ്ക്കറ്റും നമ്മൾ 10 രൂപയുടെ പാക്കായിട്ട് പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ നുറുക്ക് ചെയ്യാറുണ്ട്. ചെറിയ ടൈപ്പ് നുറുക്ക് ഉണ്ടാവുമല്ലോ, ആ നുറുക്ക് 10 രൂപയുടെ പാക്കറ്റ് ബോർഡായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉലുവ ചെയ്യാം, കടുക് ചെയ്യാം, ജീരകം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഏലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, ചെറി, ഇതൊക്കെ നമുക്ക് ബോർഡായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള ബജറ്റ് എത്ര എന്നുള്ളത് നോക്കുക, അതിനനുസരിച്ച് സാധനം പർച്ചേസ് ചെയ്യുക, എന്നിട്ട് ബോർഡാക്കിയിട്ട് അത് സെയിൽ ചെയ്യുക കേട്ടോ. അപ്പം ബോർഡാക്കുന്ന സമയത്ത് നമ്മൾ ഒരു ധാരണ ആദ്യമേ ഉണ്ടാക്കി വെക്കണം. ഓരോ പാക്കറ്റിൽ എത്ര ഗ്രാം കൊടുക്കാം എന്നുള്ളത്, നമ്മൾ വാങ്ങുന്ന ഐറ്റമിൻ്റെ പ്രൈസ് നോക്കുക, അതുപോലെ അതിൽ നമുക്കൊരു മാർജിൻ വെക്കുക. എന്നതിന് ശേഷം അതിനനുസരിച്ചുള്ള അളവും കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ട് അത് പാക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പിന്നൊരു കാര്യം, നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലൈസൻസ് എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അതായത് 1 വർഷത്തേക്കാണോ ലൈസൻസ് എടുക്കുന്നത്? ഈ ഒരു ലൈസൻസ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് പുതിയത് എടുക്കുവാണോ എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 1 വർഷത്തേക്ക് വാലിഡിറ്റി വരുന്ന FSSAIയുടെ ലൈസൻസാണ് എടുക്കുന്നത്. ആ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതൊന്ന് പുതുക്കുകയാണ് ചെയ്യുന്നത്. നോർമൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഒരു കുറച്ച് വർഷത്തേക്ക് നമുക്ക് ലൈസൻസ് ഉണ്ടാവും. അത് കഴിയുന്ന സമയത്ത് വീണ്ടും നമ്മളത് പുതുക്കിയെടുക്കുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു FSSAIയുടെ ലൈസൻസും നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അതും നമുക്ക് അക്ഷയ വഴി തന്നെ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ കട്ടാവുന്നതിന് തൊട്ട് ഒരാഴ്ച മുന്നെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് പുതുക്കി കളയുക. പിന്നെ വരുന്നൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഒരു ഫീൽഡിൽ എന്താ പറയുക, കോമ്പറ്റീഷൻ ഉണ്ടോ എന്നുള്ളതാണ് കേട്ടോ. സത്യമായിട്ടും ഈ ഒരു ഫീൽഡിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ കടകളും ഓർഡറൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ സ്ഥിരമായിട്ട് ഡെലിവറി നടത്താനായിട്ട് ശ്രദ്ധിക്കുക. അതായത് എല്ലാ ആഴ്ചയും
ഇപ്പോൾ ഇന്ന് ഞാൻ തിങ്കളാഴ്ച ദിവസം ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ച ഞാൻ നിർബന്ധമായിട്ടും ആ കടയിൽ പോയിരിക്കണം. കാരണം ആ കടക്കാരന് സാധനം ആവശ്യമുണ്ടാവുമല്ലോ. നമ്മൾ അത് കൃത്യമായിട്ട് എത്തിച്ചു കൊടുത്താലേ നമ്മളെ തന്നെ അവർ ഫോളോ ചെയ്യുള്ളൂ. അല്ലാതെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, പുതിയ ആളുകൾ വരുമ്പം അവരെ സ്വീകരിക്കും. അതുപോലെ നമ്മൾ കൊടുക്കുന്ന സാധനത്തിൻ്റെ അളവും റേറ്റും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തുടക്കത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും നമ്മുടെ സാധനം അവിടെ ഇടം പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് എന്താണ് പറയാനുള്ളത്, ഈ ഫീൽഡിൽ ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെന്ത് ചെയ്യുക, ഇതിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് യുണീക്കായിട്ടുള്ള പുതിയ പുതിയ ഐറ്റംസ് ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ആരും ചെയ്യാത്ത ഐറ്റംസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മളൊരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള കടകളിൽ സ്ഥിരമായിട്ട് ബോർഡ് ഐറ്റംസ് കൊടുക്കുന്ന ആളുകളുണ്ടാവും. അവർ സ്ഥിരം എന്താണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് നിങ്ങളുടെ ബോർഡിൽ നിങ്ങളെന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. അങ്ങനെയാവുമ്പം അവിടെ ഇല്ലാത്ത ഐറ്റം നോക്കി അവർ നമ്മുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യും, നമുക്ക് കച്ചവടവും നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, കച്ചവടം പിടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇതാ നാരങ്ങ മിഠായി ചെയ്യുന്ന സമയത്ത് ഞാൻ 5 രൂപ പാക്കറ്റും ചെയ്യാറുണ്ട്, 10 രൂപ പാക്കറ്റും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. എങ്ങനെയാണ് നമ്മുടെ കടകളിൽ അവർ ചിലപ്പം പറയും 5 രൂപ ഐറ്റംസ് പോകുന്നത് കുറവാണ്, 10 രൂപ ഐറ്റംസാണ് വേണ്ടിയത്. അപ്പോൾ അവരുടെ ആവശ്യം അനുസരിച്ച് നമ്മളെന്ത് ചെയ്യുക, സാധനം ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കട്ടോ. പിന്നെ ഈ ഒരു ബോർഡിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഐറ്റംസാണ് നമ്മുടെ ഉണക്കമീനൊക്കെ അല്ലേ, ഉണക്കച്ചെമ്മീൻ, ഉണക്കമീനുകൾ, ഇതൊക്കെ ബോർഡായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനും നമുക്ക് ഡിമാൻഡ് കൂടുതലായിട്ടുണ്ടാവും. പിന്നെ ബോർഡ് ഐറ്റം അല്ലാത്ത സ്നാക്ക് പാക്കായിട്ടും ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഒരു സാധനം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ധാരണ കിട്ടും. നെക്സ്റ്റ് എന്ത് ചെയ്യാം എന്നുള്ളത്, എത്ര ചെയ്യാം, ഇത്ര ചെയ്താൽ ഇത്ര ലാഭം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടും. ഇപ്പം ഞാനാണെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ധാരണ ഉണ്ടായിട്ടല്ല ഒന്നും ചെയ്തിട്ടുള്ളത്. അതായത് കുറച്ച് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ, ഇതിന് തുടക്കത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇതിലോട്ട് ഇറങ്ങിത്തിരിച്ചു. പിന്നെ ആ ഒഴുക്കിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ, പുതിയ പുതിയ ഐഡിയകൾ കിട്ടും, പുതിയ പുതിയ അറിവുകൾ കിട്ടും. അപ്പോൾ അതനുസരിച്ച് ചെയ്യാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻസും കമൻറ്റിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരാം. താങ്ക്